എത്തിയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ കേക്ക് കട്ടിപ്പൊക്കെ. ഞങ്ങളൊരു യാത്ര പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അരവിന്ദാക്ഷൻ്റെ ബർത്ത്ഡേ വന്നു. അപ്പോൾ അതിൻ്റെ കേക്ക് മുറി സെറ്റപ്പൊക്കെ ആയിട്ട് സാം സെറ്റാക്കി കൊണ്ട് വന്നതായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന കാങ്കട ബസ് സ്റ്റോപ്പിലാണ്. ഞങ്ങളൊരു ഉത്തരാഖണ്ഡ് ട്രിപ്പാണ് പിടിക്കണേ. അപ്പോൾ അങ്ങനെ തന്നെ സാമിൻ്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ പോന്നു. അപ്പോൾ ഞങ്ങൾ കാങ്കടയിൽ നിന്ന് പത്താൻകോട്ടിലേക്കുള്ള ബസ് കിട്ടാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പത്താൻകോട്ടൊക്കെ എത്തി ഗൈസ്. എങ്ങനെയൊക്കെ ആഞ്ഞിമടഞ്ഞെത്തി. പിന്നെ ഞങ്ങൾ ഋഷികേശിലേക്ക് പോകാനുള്ള ട്രെയിൻ പിടിച്ചു. ഇത് കുറച്ച് സീനിയർ ട്രെയിനാണ്. ഞങ്ങൾക്ക് ലോക്കലിൽ നിന്ന് കിട്ടി. ഞങ്ങൾ തറയിലൊക്കെ ഇരുന്നാണ് ഞങ്ങളുടെ ടൈം കഴിച്ചത്. നമുക്ക് അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴാണ് ഋഷികേശിലേക്ക് എത്താനുള്ളൊരു ഇത് കിട്ടുക. അങ്ങനെ എങ്ങനെയൊക്കെ വൈബ് പിടിച്ച് ഞങ്ങൾ എത്തിയാണ് രാവിലെ തന്നെ ഋഷികേശ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ രുദ്രപ്രയാഗിന് ഞങ്ങൾ വണ്ടി ഇടുന്നത്. ബദ്രിനാഥിന് പോകാനുള്ള വണ്ടിയൊക്കെ പോയി കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഞങ്ങളെ പതിവ് പോലെ തന്നെ ഞങ്ങളുടെ വാചാലമായിട്ടുള്ള ഫുഡടിയും അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് കുറേ നേരം ഇരുന്ന് 12 മണിക്കുള്ള ബസ്സിൽ ഇരുന്ന് ആകെ മടുത്ത അവസ്ഥയായിരുന്നു. പക്ഷേ നല്ല വ്യൂസ് കണ്ട് നമുക്ക് പോകാൻ അടിപൊളിയായിട്ടൊരു സെറ്റപ്പാണ്. അങ്ങനെ ഞങ്ങൾ പോയി ഇരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ വൈകിട്ട് രുദ്രപ്രയാഗ് 7 മണിയായപ്പോഴാണ് എത്തിയത്. അപ്പോഴാണ് അറിയുന്നത് ബസ്സില്ല. അങ്ങനെ ഒരു അപ്പൂപ്പൻ പിന്നെ ഒരു ലിഫ്റ്റ് തന്നു. അതിലെങ്ങനെയൊക്കെ കയറി കുറച്ച് സ്ഥലം എത്തി. അവിടെ വരെ അപ്പൂപ്പനുണ്ടാകും. പിന്നെ അടുത്ത വണ്ടി പിടിച്ചു, അടുത്ത ലിഫ്റ്റ്. ഞങ്ങളുടെ 5 പൈസ എടുക്കുന്നില്ല. പിന്നെ വേറൊരു ചേട്ടൻ ലിഫ്റ്റ് തന്നു. അതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വൃത്തികെട്ട റോഡ് ലൈഫിൽ ഞാൻ കേട്ടില്ല. ഇടിഞ്ഞ് പൊളിഞ്ഞ് ചക്കടാൻ പട്ടി പോലെ ഇരിക്കുകയാണ്. ചക്കടോ പൊക്കടോ എന്നൊക്കെ പറഞ്ഞ് എത്തി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പിറ്റേ ദിവസം രാത്രി എത്തി. രാവിലെ എത്തിയാണ് ഞങ്ങൾ ജോഷിമഠ് കഴിഞ്ഞ് ഞാൻ അടുത്ത വിശേഷം ഞങ്ങൾ പിന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.